എന്താ സാറേ ഇവിടെ നിർത്തിയത്? എന്താ ഇത്രയും കാലം ചോറ് തന്ന കൈക്ക് തന്നെ കൊത്തിയെങ്കിലും നിന്നെ ജയിലിലിട്ട് കഷ്ടപ്പെടുത്തണമെന്നാ അന്നപൂർണ്ണക്കാരുടെ ഓർഡർ. നീ പോയി രക്ഷപ്പെട്ടോ? വേറെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ സാറേ കോടതിയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ സകലരെ അവര് കൊന്നേനെ. ആയിക്കോട്ടെടോ, അതുകൊണ്ടല്ലേ പറഞ്ഞു പൊയ്ക്കോളാൻ. പൊയ്ക്കോ, പോയി രക്ഷപ്പെട്ടോ. അച്ഛനെ വെറുതെ വിട്ട ആ നിമിഷം കോടതി വളപ്പിൽ വെച്ച് തീർക്കേണ്ട കണക്കായത്. പക്ഷേ ജമാല് വിലക്കി. അച്ഛന്റെ മുന്നിൽ വെച്ച് പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അച്ഛൻ എന്റെ മുന്നിലില്ല, നീയും ഞാനും മാത്രം. തല്ലിയാൽ തിരിച്ചു തല്ലണം. പറയാനുള്ള കാര്യങ്ങൾ ചങ്കൂറ്റത്തോടെ മുഖത്ത് നോക്കി പറയണം. മീശ വെച്ചാൽ ആണാകില്ല, അതിന് വേറെയും വേണോടാ ചില ഗുണങ്ങൾ. നീ എന്റെ അച്ഛനെ തല്ലു അല്ലടാ. ബ്രദർ, തന്നേക്കാൾ മൂത്തവർ, തല നരച്ചവർ, തന്തയോളം മുതിർന്നവർ, അങ്ങനെയുള്ള തടിയില് നിന്റെ ഈ പെഴട്ട് കൈ കയറി പൊളക്കുമ്പോ ഓർക്കണം, നല്ല പ്രായത്തിൽ അവര് പറപ്പിച്ച ആൺമക്കളുണ്ടാവും തറവാട്ടിലെന്ന്. വന്ന് ഇതുപോലെ തൂത്ത് വാരിയിട്ട് പൊതുക്കാൻ. കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ല, മനസ്സിന് തീരെ സുഖമില്ല ജമാലെ. എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ. എന്ത് ആപത്ത് വരാനാ? ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച ചെറുക്കന്മാർ വിചാരിച്ച മാധവേട്ടന് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങ് ഇന്ന് ഒറ്റയ്ക്കല്ലല്ലോ, ഈ ചന്ദ്രഗിരി മൊത്തം അങ്ങയ്ക്കൊപ്പമില്ലേ? പിന്നെ അച്ചു. അതാണ് എന്റെ ഭയവും. എന്നെയല്ല, അവനെയാണ് അവർക്ക് നോട്ടം. ചക്രവ്യൂഹം ഭേദിച്ച അഭിമന്യു. പനക്കൽ പിതാവ് ഒരിക്കൽ അവനെ അങ്ങനെ വിശേഷിപ്പിച്ചു. പക്ഷേ ചക്രവ്യൂഹം ഭേദിക്കാനേ അഭിമന്യുവിന് കഴിഞ്ഞുള്ളൂ, പുറത്തു കിടക്കാൻ പറ്റിയില്ല. മോളെ, ശാരദയോട് പറയണം, പരദേവതാ ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജ നടത്തണം അച്ചുവിന്റെ പേരില്. പിന്നെ മൃത്യുഞ്ജയ ഹോമം ഗുരുവായൂർക്കും കൊടുത്തുവിടണം വഴിപാട് തുക. വിഘ്നങ്ങൾ തീർക്കാൻ ഒരു ബാണാസുര യുദ്ധം. നിർമ്മല ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അവര് നോക്കിയേനെ. യോഗം അല്ലാതെന്താ. നമസ്കാരം. നമസ്കാരം. 11 ദിവസത്തെ ആത്മനവീകരണ ധ്യാനമായിരുന്നു. അതാ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഓടിയെത്താൻ പറ്റാതിരുന്നത്. എവിടെ അവൻ? അച്ചു. നമസ്കാരം തിരുമേനി. യു ഹാവ് ഡൺ വെൽ. നീയാണ് മകൻ, ഉത്തമനായ പുത്രൻ.
ഒരു കണ്ണത്തടിക്കുന്നവന് മറുകരണവും കാണിച്ചു കൊടുത്ത് അവൻ അവിടെ അടിച്ചിട്ടു പോകും. അതാ കാലം. ഒരനീതി കണ്ട വൈകുന്നേരത്തിനകം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ ആ നഗരം കത്തിച്ചാമ്പലാകുന്നതാണ് നല്ലത് എന്നുപദേശിച്ച വിപ്ലവാചാര്യന്മാരുടെ കൂടെയാണ് നമ്മൾ ഇനി നിൽക്കേണ്ടത്. അന്നപൂർണയുടെ ആലയിൽ കത്തി കാച്ചാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മൂർച്ചയുള്ള ആയുധം നമ്മൾ സംഭരിക്കണം. ഹിംസയുടെ മുമ്പിൽ തൊഴുതു നിൽക്കുന്നതല്ല, ഹിംസിച്ചില്ലാതാക്കുന്നതാണ് അഹിംസ. അതാണ് ധർമ്മം. ഈ വൃദ്ധൻ ഇനി എത്ര കാലം ഉണ്ടാവുമെന്നറിയില്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അശുഭമായതൊന്നും ഇവിടെ നടക്കരുത്. പരാജയപ്പെട്ടവന്റെ കൂടെയല്ല, വിജയിക്കുന്നവന്റെ കൂടെയാണ് ലോകം. നീ വിജയിക്കുന്നവനായി തീരണം. അച്ഛനു വേണ്ടി, ഈ ചന്ദ്രഗിരിക്ക് വേണ്ടി എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ചന്ദ്രഗിരിയെ കുറിച്ച് പറയുമ്പോ 100 നാവാ നന്ദയ്ക്ക്. അപ്പോഴൊക്കെ വിചാരിക്കും ഒന്ന് വന്നിട്ട് പോണോന്ന്. ഇപ്പോഴാ ഒന്ന് സമയം കിട്ടിയത്. സമയത്തെ കുറിച്ച് അച്ഛനേക്കാൾ തിരക്കുള്ള ആളോട് തന്നെ പറയണം. അറിയാം, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക്. ഈ കുട്ടി അമ്മേ, ലച്ചു, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ ചായ വേണ്ട. ഈ ധനുവില് നന്ദയ്ക്ക് 21 വയസ്സ് തികയും. എന്ന് വെച്ചാ സെറ്റിൽ ആവാനുള്ള പ്രായം. ഇത്തവണ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ അത് അവളോട് ഡിസ്കസ് ചെയ്തു. അവള് പറഞ്ഞ മറുപടിയാണ് ഇപ്പൊ ഞങ്ങളെ ഇവിടെ എത്തിക്കാൻ കാരണം. നന്ദയ്ക്ക് ഇഷ്ടം അച്ഛനെയാണ്. അച്ഛന് നന്ദയെയും. മോളെ, എന്താ? മുഖം കഴുകിയാൽ മനസ്സിലെ സങ്കടം ഇല്ലാതാകുമായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു മോളെ. ഏ, എനിക്കൊരു സങ്കടമില്ലേ ഷാരടി മാമ. എന്തിനാ ഞാൻ സങ്കടപ്പെടണേ? ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. അല്ലെങ്കിലും ആ കുട്ടി തന്നെയാ അച്ഛനെ ചേരുക. നല്ല പഠിപ്പുണ്ട്, പരിഷ്കാരമുണ്ട്. എനിക്കെന്താ ഉള്ളത്? മോളെ, ഞങ്ങള് വെറുതെ അടുക്കള കാര്യങ്ങള് ഊണിന് അവരും കാണും ഇല്ലേ അച്ഛാ? എനിക്ക് നിന്നോട് സംസാരിക്കണം. വാ.